ഈ CPM വലിയ പരാജയം സംഭവിച്ചു. സഹാക്കന്മാരെ കുറിച്ചല്ല ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത്. ഈ 2021 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങൾ ഡൽഹിയിലിരുന്ന് നോക്കാൻ വേണ്ടി, കേന്ദ്രവുമായിട്ട് പല കാര്യങ്ങൾ ബന്ധിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരാളെ നിയമിച്ചു. അത് നമ്മുടെ പഴയ കോൺഗ്രസിലെ KV തോമസ് ആണ്. അദ്ദേഹം MLA ആയിരുന്നു അല്ലേ, MP ആയിരുന്നു, മന്ത്രിയായിരുന്നു, എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും അനുഭവിച്ചു. കോൺഗ്രസിൽ നിന്ന് ഒന്നും കിട്ടാതായപ്പോൾ CPMലേക്ക് വന്ന് പിണറായിയുടെ കാല് പിടിച്ച് ഇങ്ങനെയൊരു സ്ഥാനത്തും ഇരുന്നു. ഇനിയിപ്പോൾ അത് പോകുമല്ലോ, സ്വാഭാവികമായിട്ട് ആ സ്ഥാനം അങ്ങ് പോകും. കോൺഗ്രസിലേക്ക് വരാനും കഴിയത്തില്ല. അപ്പോൾ KV തോമസിൻ്റെ ഭാവി എന്തായി തീരും എന്നുള്ളതാണ്. എന്തോ ഇടയ്ക്കാരും പറയുന്നതായിട്ട് ചിലപ്പോൾ NDAയിലേക്ക് ഡൽഹിയിൽ ഇരിക്കുന്നതുകൊണ്ടും ഹിന്ദി ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നതുകൊണ്ടും ചിലപ്പോൾ NDAയിലേക്ക് മാറാനായിട്ട് ചാൻസ് ഉണ്ടെന്ന്. അദ്ദേഹം പ്രൊഫസറാണ്. അതെ, പ്രൊഫസർ. പിന്നെ അദ്ദേഹം എല്ലാവരുമായിട്ടും, അതുകൊണ്ടാണ് പിണറായി വിജയൻ തന്ത്രപൂർവ്വം ഇദ്ദേഹത്തെ ഉപയോഗിച്ചത്. കാരണം BJPയിലുള്ള കേന്ദ്രമന്ത്രിസഭയുമായിട്ടൊക്കെ വലിയ ബന്ധം ഉണ്ടെന്നുള്ളതാണ്. ഡൽഹി സുപരിചിതനാണ്. ഏത് സൈഡിൽ കൂടി പോയാൽ പാർലമെൻറ്റിനകത്ത് എവിടെ പോകാം, ആരെ പോയാൽ കാണാം, അപ്പോയിൻമെൻറ്റുകൾ എടുക്കുവാൻ മിടുക്കനാണ്. എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം ഡൽഹിയിൽ പുള്ളിക്ക്. പൊളിറ്റിക്സ് അപ്പുറത്ത് പേഴ്സണൽ ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മീഡിയേറ്ററായിട്ട് ഡൽഹിയിൽ ഒരു ഓഫീസും കേരള ഹൗസും എല്ലാം കൊടുത്ത് പുള്ളിയെ ഇരുത്തിയത്. കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു വലിയ സ്ഥാനത്ത് ഒക്കെ എത്തിച്ചത്. കേന്ദ്ര MLA MP ആയതും ഒക്കെ അതിന്റെ കാരണമുണ്ട്. ഇവിടുന്ന് അദ്ദേഹം പോകുമ്പോൾ നല്ല തിരുത മീനൊക്കെയാണ് മാഡത്തിന്. തിരുത തോമസ് എന്ന് തന്നെയാണല്ലോ അറിയപ്പെടുന്നത്. അത് ശരി, തിരുതയുമായിട്ടാണ് പോകുന്നത്. അപ്പം കേന്ദ്രത്തില് അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന പ്രമുഖരായിട്ടുള്ളവരെ കയ്യിലെടുക്കുവാൻ ബുദ്ധിരാക്ഷസനാണ്. അല്ല, സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോകുന്നത് ഈ തിരുതയുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ കേരളം ഉത്തരേന്ത്യൻ ഫിഷുകൾക്കെല്ലാം ഓയിൽ ചെവയുണ്ട്. ഇപ്പോൾ ഹരിയാന, നമ്മുടെ ഗുജറാത്ത് സൈഡിലെ ഫിഷായാലും എല്ലാം ഒരു ഓയിലിൻ്റെ ചെവയുള്ളതുകൊണ്ട് ഏറ്റവും നല്ല ടേസ്റ്റുള്ള മീൻ കന്യാകുമാരി, വിഴിഞ്ഞം, കൊല്ലം, നമ്മളെ ബേപ്പൂർ തുടങ്ങിയ സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇത് സിൽവർ ഫാം ഫ്രഡ് എന്ന് പറയുന്ന ഒരുതരം മീനുണ്ട്. അതിന് നല്ല പ്രോട്ടീനും എല്ലാം ഉള്ളതാണ്. അതൊക്കെ എക്സ്പോർട്ട് മറൈൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി നിരോധിച്ച മീനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല മത്സ്യങ്ങൾ തിരുത തോമസിന് അറിയാം. വൈപ്പിനിലൊക്കെ ആയതുകൊണ്ട് കൊച്ചി. അപ്പോൾ ഇതും കൊണ്ടാണ് കുമ്പളങ്ങി ഭാഗത്ത് പുള്ളി ഡൽഹിക്ക് വണ്ടി കയറുന്നത്. അതുകൊണ്ടാണ് വളരെ സീനിയർ മോസ്റ്റ് നേതാക്കളെ പോലും വെട്ടിയിട്ട് പുള്ളി കേന്ദ്രമന്ത്രിയായത്. അപ്പോൾ ആ ഒരു പ്രവർത്തന പാരമ്പര്യവും ഇദ്ദേഹം BJP ഗവൺമെൻറ് ഇരുന്നപ്പോഴും വാജ്പേയിയായിട്ട് നല്ല ബന്ധമാണ്. വാജ്പേയി ഗവൺമെൻറ് 6 വർഷക്കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലുള്ള MP-മാരും ഉത്തരേന്ത്യൻ നേതാക്കൾ ദിവംഗതനായ പ്രമോദ് മഹാജൻജിയായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അതുകൊണ്ടാണ് ഒരാൾ അടുത്ത കാലത്ത് വന്ദേ ഭാരതിൽ ഞാൻ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരണ വഴിക്ക് പുള്ളിയുടെ കൂടെയുള്ള ഒരു സന്തത സഹചാരി ഇങ്ങനൊരു റൂമർ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, പുള്ളിയുടെ നിലനിൽപ്പായിരിക്കാം, ചിലപ്പോൾ ആയാൽ ഇത്രയും രാഷ്ട്രീയ തഴക്കവും പഴക്കവും ഉള്ളതുകൊണ്ട് എടുത്തൊന്നും വരാം. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ ഇനി എവിടെ പോകും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇടയ്ക്ക് G. സുധാകരൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഇദ്ദേഹത്തിന് MLA പെൻഷനുണ്ട്, MP പെൻഷനുണ്ട്, പ്രൊഫസറുടെ കോളേജ് പ്രൊഫസറായിരുന്ന അതിൻ്റെ പെൻഷനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഏതാണ്ട് ഒരു 10-30 ലക്ഷം രൂപ മാസം കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഡൽഹിയിൽ പിണറായി കൊടുത്ത സ്ഥാനത്തിൻ്റെ ശമ്പളവും ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഇയാളെന്താ പുഴുങ്ങി തിന്നുകയാണോ എന്നാണ് G. സുധാകരൻ ചോദിച്ചത്. ആണ്, വാസ്തവമാണ്. അത് നല്ലൊരു ചോദ്യമാണ്. ഇത്രയും ഒരാളിന് ജീവിക്കണം, മക്കളൊക്കെ നല്ല നിലകളിലൊക്കെ ആയി. അപ്പോൾ ഒരു വ്യക്തിക്ക് റിട്ടയർഡ് ജീവിതത്തിൽ 30 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും അത്യാഗ്രഹമാണ്. അതാണ് ഒന്ന് ആലോചിച്ചോണം. ഇദ്ദേഹം ഡൽഹിയിൽ 8 വർഷം കൊണ്ടിരുന്നു. 2 വർഷക്കാലം ഇദ്ദേഹമാണ് ഈ ജോലികളെല്ലാം ചേരുന്നത്. ബ്രിട്ടാസ്
അത് കഴിഞ്ഞിട്ടാണ് ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് നോമിനേഷൻ വന്നത്. പക്ഷേ ബ്രിട്ടാസ് ഇരുന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇദ്ദേഹം ഇത്രയും ഡൽഹിയുടെ ബന്ധവും കേരളത്തിലെ CM-ഉമായിട്ടുള്ള ബന്ധവും വ്യവസായങ്ങൾക്കോ മറ്റു കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനോ എന്ത് നേട്ടമാണ് ഇത്രയും നികുതി ഉപയോഗിച്ച് ശമ്പളം വാങ്ങിക്കുന്ന ഈ തോമസ് ചെയ്തിട്ടുള്ളതെന്ന് ചിന്തിക്കണം. ഒരു ഡെവലപ്മെൻറ്റും കേരളത്തിൽ വന്നിട്ടില്ല. കേരളത്തിലെ CM-നെ ഉപദേശിക്കുവാൻ 10-18 ഉപദേശകർ വരെയുണ്ട്. കിഫ്ബിയുടെ CEO തന്നെ 8 വർഷം കൊണ്ട് കൂടെയുണ്ട്. ഈ കിഫി കൊണ്ട് എന്താണ് നേട്ടം കേരളത്തിലുണ്ടായിട്ടുള്ളത്? അദ്ദേഹത്തിന് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ബോർഡ് വയ്ക്കുവാൻ കുറേ ഫണ്ട് ഭാഗം മാറ്റി കൊടുത്തു. അല്ലാതെ എന്താണ് ഒരു നല്ലൊരു പദ്ധതി കേരളത്തിലേക്ക് ഈ കിഫി എന്ന് പറയുന്ന പുതിയ ഇവരുടെ ബോർഡിന് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഡൽഹിയിൽ നിന്ന് പ്രവർത്തിച്ച് കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ KV തോമസ് ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എബ്രഹാം പോലുള്ള IAS ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളുടെയൊക്കെ നികുതി കേരളം ഇത്രയും കരണ്ട് ദരിദ്രത്തിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ചിലപ്പോൾ മുഖ്യമന്ത്രിയാക്കും. VD സതീശൻ പറഞ്ഞു പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവെന്ന്. മന്ത്രിമാരുടെ വണ്ടിക്ക് എണ്ണയടിക്കുവാൻ ഇനി വരണവർക്ക് കാശില്ല. അപ്പോൾ ഈ കേന്ദ്രത്തിൽ ഇത്രയും ശമ്പളം കൊടുത്തിരുന്ന തോമസ് ആയാലും അതുപോലെ ഇവിടെ ഇരുന്ന മുഖ്യമന്ത്രിയുടെ 18 ഉപദേശകരായാലും കിഫ്ബിയുടെ ചെയർമാനായ എബ്രഹാം ആയാലും അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് കേരളത്തിന്? ഇത്രയും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്, ഇത്രയും വലിയ IAS സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്, തഴക്കവും പഴക്കവും ചേർന്ന കേന്ദ്ര മന്ത്രിമാരാണ്. എന്തെങ്കിലും ഒരു 10 പിള്ളേർക്ക് ജോലി കിട്ടുന്ന ഒരു വ്യവസായശാല തുടങ്ങുവാൻ ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ 10 വർഷം കൊണ്ട് ഈ ഉപദേശകരെ കൊണ്ടോ ഉദ്യോഗസ്ഥരെ കൊണ്ടോ ഡൽഹിയിലിരിക്കുന്ന തോമസിനെ കൊണ്ടോ കഴിഞ്ഞിട്ടുണ്ട്? ഒരു ഫയൽ അവിടെ നിന്ന് മൂവ് ചെയ്യുവാൻ അദ്ദേഹത്തിന് വേണ്ട ചെലവും കാറും ബാറ്റയും ടിയയും ഈ 1.25 ലക്ഷം രൂപ ശമ്പളവും കൊടുത്തെല്ലാം ഡൽഹിയിൽ ഇരുത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡ് ഉപയോഗിച്ച് ഇവിടുന്ന് പോകുന്ന പൊളിറ്റിക്സ് ലീഡർമാരെല്ലാം കേരള ഹൗസിൽ മുറി ബുക്ക് ചെയ്യാം, രാജ്യസഭ MP-മാരുടെ മുറികളിൽ പോകാം എന്നുള്ളതല്ലാതെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യാതൊരു കാര്യവും ഈ ഡൽഹിയിലിരുന്ന് മോണിറ്റർ ചെയ്യാൻ എത്തിയിരിക്കുന്ന അദ്ദേഹം ചെയ്തിട്ടില്ല. ചേട്ടൻ ഇതിനകത്ത് വേറൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രധാനമന്ത്രിക്കൊരു ഓഫീസുണ്ട് സെക്രട്ടേറിയറ്റിൽ. എത്ര വിരോധമാണ് എങ്കിൽ തന്നെയും നല്ല വാക്ഫൈറ്റുകൾ നടത്തണമെങ്കിൽ സ്റ്റാലിൻ്റെ സെക്രട്ടേറിയറ്റ് ചെന്നൈയിൽ തന്നെ PM-ൻ്റെ ഓഫീസ് നിയന്ത്രിക്കുവാൻ വേണ്ടി പ്രൈം മിനിസ്റ്റർ ഓഫീസ് സെക്രട്ടേറിയറ്റിലുണ്ട് ചെന്നൈ. ബാംഗ്ലൂരിൽ സിദ്ധാരാമയ്യ പ്രതിപക്ഷമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സിദ്ധാരാമയ്യയുടെ സെക്രട്ടേറിയറ്റ് ബാംഗ്ലൂർ വിധാനസഭയ്ക്കകത്തുണ്ട്. അതുപോലെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രിയുടെ ഒരു ഓഫീസുണ്ട്. ലെറ്റർ കറസ്പോണ്ടൻസ് പ്രധാന ഫയലുകൾ വരുന്നത് മൂവ് ചെയ്യുവാൻ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മാത്രം അങ്ങനെ പ്രധാനമന്ത്രിക്ക് ഒരു ഓഫീസ് കൊടുത്തിട്ടില്ല. അതിന് പകരമാണ് ഈ ഫിഷ് സപ്ലൈ ചെയ്യണ പഴയ മന്ത്രി എന്ന് പറയുന്നത് തോമസിനെ ഡൽഹിയിൽ ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, എന്തുമാത്രം ഇതാരുടെ കാശുകളാണ്? നമ്മുടെ നികുതി പണങ്ങളല്ലേ. ഈ നികുതി പണങ്ങൾ സ്വമേധയാ കേരളത്തിൽ ഉപയോഗിച്ചിരുന്നെങ്കിലോ എത്രയെത്ര പിള്ളേർക്ക് ഇവിടെ ഉച്ചക്കഞ്ഞികളില്ലാതെ ലാസ്റ്റിൽ പോയി. നമ്മുടെയൊക്കെ വേസ്റ്റുകൾ എടുക്കുന്നതും ആശാവർക്കർമാരുടെ സമരത്തിനൊരു 50 രൂപ ചോദിച്ചിട്ട് ചെയ്യുന്നില്ല. എന്തെങ്കിലും സംശയങ്ങളിൽ യോഗങ്ങളിൽ ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇപ്പം ആ ജനം വീട്ടിൽ പോയി ഇരുത്തിയില്ലേ. അപ്പം ജനങ്ങൾ യജമാനന്മാരാണ്. ഭരിക്കുന്നവർ പ്രജകളെപ്പോലെ നിന്ന് ഭരിക്കണം. ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ചിത്തിരുന്ന ആൾ ചേട്ടൻ ശ്രദ്ധിച്ച് വേണം പഠിക്കുമ്പോഴൊക്കെ. അദ്ദേഹം വണ്ടിയിൽ കുനിഞ്ഞ് തൊഴുതാണ് ഇരിക്കുന്നത് അല്ലേ, മഹാരാജ പൊന്നു തമ്പുരാൻ. എന്തൊക്കെ തിരുവിതാംകൂർ ഭരിച്ച മഹാരാജാവാണ്. ഇദ്ദേഹത്തിനോ 40 വണ്ടി, അതിൻ്റെ ആംബുലൻസ്, ഫയർ എഞ്ചിന്, ബാക്കിയുള്ള പരിവാരങ്ങൾ. ഞാൻ 1 മണിക്കൂർ പേട്ടയിൽ വെയിറ്റ് ചെയ്ത് ഞാൻ ഒരു മരണം അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. ഇതേ എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ 1 മണിക്കൂർ ബ്ലോക്കാണ്. അപ്പോൾ എത്ര കേരളത്തിലെ അമ്മപങ്കന്മാരുടെ തീരാ ശാപം ഈ മുഖ്യമന്ത്രിക്കുണ്ട്. ആ ഒരു ശാപമല്ലേ ഇദ്ദേഹം വീട്ടിൽ പോയിരിക്കേണ്ട ഗതി വന്നത്? അല്ലെങ്കിൽ നല്ല ഭരണം കാഴ്ചവെക്കുന്ന ഒരു ഭരണാധികാരികൾക്ക് ഇത്രയും ബോർഡ് വേണോ? ചേട്ടൻ ഉത്തരേന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിൽ നാഗ്പൂർ MP നമ്മുടെ PWD സെൻട്രൽ മിനിസ്റ്റർ അദ്ദേഹം
ഗഡ്കരി, അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ബോർഡോ പ്രചരണങ്ങളോ ചുവരെഴുത്തോ ഇല്ല. അദ്ദേഹത്തിന് അവിടെയുള്ളവർക്ക് അറിയാം. ഇപ്പോൾ ഉദാഹരണം, കേരളത്തിലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ഫ്ലക്സ് ബോർഡുകളൊന്നും വച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ജനകീയന്മാർക്ക് ജയിക്കണമെങ്കിൽ ഇത്തരം ബോർഡ് വെച്ച്, ഇത്തരം ഉപദേശകരെ വച്ച്, ഇത്തരം കിഫി പോലുള്ള പുതിയ ഫൈനാൻഷ്യൽ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് എന്തെങ്കിലും കേരളത്തിൻ്റെ ഈ 10 വർഷം കൊണ്ട് ഒരു പുതിയ വ്യവസായശാല കേരളത്തിൽ തുടങ്ങിയതായിട്ട് ഇടതുപക്ഷ മുന്നണിക്ക് അവകാശപ്പെടുവാനില്ല. അവർ പലതും അവകാശപ്പെടുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഈ മന്ത്രിമാരെയും മന്ത്രിസഭകളെയും പാർട്ടികളെയും സോപ്പിട്ട് നിൽക്കുന്ന ഉന്നതാധികാര പദവികൾ കൊടുക്കാതിരിക്കുന്നതാണ് ഖജനാവിൻ്റെ പണങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മൾ നോക്കണം. ശരിക്കും പ്രജകളിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് തന്നെ ഡൽഹിയിൽ പോയി പ്രവർത്തിക്കേണ്ട ഓഫീസേഴ്സ് മാത്രം വച്ചാൽ മതി. ഇത്തരത്തിലുള്ള ഉദ്യോഗ പോസ്റ്റുകൾ കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ 18 ഉപദേശകരും ഈ കിഫി ചെയർമാൻ ഉൾപ്പെടെയുള്ള എബ്രഹാമും നമ്മുടെ തോമസും എല്ലാം ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ചോദ്യമായിട്ട് മാറ്റിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.